അപ്പൊ അശ്വിൻ ഒരിക്കലും വന്ന് എന്റെ അമ്മയെ കണ്ടിട്ട് അമ്മേ അല്ലെങ്കിൽ എന്റെ അച്ഛനെ കണ്ട അച്ഛാ എന്ന് വിളിക്കത്തില്ല. അങ്ങനെ വിളിച്ചാൽ ഞാനും ചോദിക്കുന്നത് എനിക്ക് പ്രാന്താണോന്നേ ഞാൻ ചോദിക്കത്തുള്ളൂ. അയാൾ അങ്ങനെ വിളിക്കത്തില്ല. കാരണം എല്ലാവർക്കും അവരവരുടെ അമ്മ അച്ഛനൊക്കെ ഉണ്ടല്ലോ, അവരെയൊക്കെ വിളിച്ചാൽ മതി. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെ പോയി വിളിച്ചോളൂ. നടനും സർവോപരി BJPയുടെ കരുത്തുറ്റ പോരാളിയുമായ കൃഷ്ണകുമാർ അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ പുതിയ ഒരു പ്രശ്നം, പുതിയ ഒരു കോൺട്രവേഴ്സി ഇപ്പതാ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്നുണ്ടേ. അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോയിലേക്ക് ഏവർക്കും അങ്ങോട്ട് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോയ്ക്ക് എല്ലാവരും ഒരു ലൈക്ക് തരിക. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് ഇവിടെ വിലയുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ അങ്ങോട്ട് രേഖപ്പെടുത്തുക. കടക്ക് പുറത്ത് എന്ന് ഞാൻ പറയില്ല. കൂടാതെ കമൻറ്റ് ബോക്സിൻ്റെ തൊട്ടപ്പുറേ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിച്ചാൽ മറക്കരുത്, അതിലും അങ്ങോട്ട് ക്ലിക്ക് ചെയ്യുക. ഇനി കാര്യത്തിലേക്ക് വരാം. അപ്പോൾ 2 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു കോൺട്രവേഴ്സി ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു. നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും അറിഞ്ഞതാണ്. നമ്മുടെ കൃഷ്ണകുമാർ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ ഇളയ പുത്രി ഹൻസിക കൃഷ്ണയുടെ സബ്സ്ക്രിപ്ഷനിൽ ഇട്ട ഒരു വീഡിയോ അത്യാവശ്യം നല്ല രീതിയിൽ നാട്ടുകാരുടെ വായിരിക്കുന്ന മൊത്തം കുടുംബം കേട്ടടേ. ഞാൻ വിചാരിച്ചു ഇത് കഴിഞ്ഞപ്പോൾ ഇനി അടുത്തൊന്നും ഈ കുടുംബവുമായി ബന്ധപ്പെട്ട് പുതിയ കോൺട്രവേഴ്സി ഒന്നും കുത്തിപ്പൊങ്ങി വരത്തില്ലായിരിക്കുമെന്ന്. ഇന്നലെ രാത്രി നോക്കുമ്പോൾ ദേ അടുത്ത സാധനം. കൃഷ്ണകുമാർ അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ ആൾക്കാരെ ഒന്നും ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ അല്ലേ പ്രത്യേകിച്ച്. കൃഷ്ണകുമാർ അദ്ദേഹത്തിന്റെ ഒരേ ഒരു ഭാര്യ സിന്ധു കൃഷ്ണ, മൂത്ത മകൾ അഹാന കൃഷ്ണ, അത് കഴിഞ്ഞിട്ടുള്ള മകൾ ദിയ കൃഷ്ണ, അത് കഴിഞ്ഞിട്ടുള്ള മകൾ ഇഷാനി കൃഷ്ണ, ഏറ്റവും അവസാനത്തേത് ഹൻസിക കൃഷ്ണ. 2 ദിവസം മുമ്പ് ഹൻസികയുമായി ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ കിടന്ന് കറങ്ങിയടേ കുറച്ച് കാര്യങ്ങൾ. ഇപ്പൊ ദാ രണ്ടാമത്തെ മകൾ ദിയ കൃഷ്ണ. ദിയ കൊച്ചു പിന്നെ പണ്ട് തൊട്ടേ അറിയാലോ, എന്തെങ്കിലുമൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ പൊട്ടിച്ചോണ്ടിരിക്കും. പിന്നെ എല്ലാവർക്കും കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും, മക്കൾക്കാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും അച്ഛനാണെങ്കിലും ശരി, നാട്ടുകാരെ മൊത്തം ഒരു പുച്ഛമാണ്. നാട്ടുകാരൊക്കെ അയ്യേ അപ്പി അപ്പി അപ്പി, ഞങ്ങൾ മാത്രം സൂപ്പർ, ആ ഒരു മൂഡ്. ഇപ്പം ആ ഒരു മൂഡ് പിടിച്ചിട്ട് നമ്മുടെ ദിയ കൃഷ്ണ നേരത്തെ പറഞ്ഞ പോലെ ഒരു വീഡിയോ കുറച്ച് മുമ്പ് ഞാൻ കണ്ടടേ. അതായത് ഈ മദേഴ്സ് ഡേ അല്ലായിരുന്നോ? അപ്പം മദേഴ്സ് ഡേയുടെ അന്ന് ദിയ കൃഷ്ണ കല്യാണം കഴിച്ചൊരു കുട്ടിയൊക്കെ ഉണ്ട്. അവരുടെ ഭർത്താവിൻ്റെ അമ്മയും അച്ഛനുമായിട്ട് നമ്മുടെ കോവളത്തുള്ള ലീലയിൽ ലഞ്ച് കഴിക്കാൻ പോയി. അപ്പോൾ ഈ പോകുന്നത് ഇവരൊരു വ്ളോഗ് അങ്ങോട്ട് ചെയ്തു. അപ്പോൾ ഇവർ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ചില കമൻസ് ഒക്കെ ഇവർക്ക് വരുന്നുണ്ട്. ആ കമൻസിനുള്ള മറുപടിയൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവർ ഇറങ്ങുന്നത്. അപ്പോൾ ഇറങ്ങി കുറച്ചങ്ങോട്ട് പോകുമ്പോൾ ഇവരൊരു കാര്യം പറയുന്നുണ്ട്. ആ കാര്യം അത് പറയുന്നതിനകത്ത് അത്യാവശ്യം നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് കാര്യമാണ്. ആ കാര്യം നമ്മൾ വൃത്തിയായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ അവർ പറയുന്നതിനകത്ത് കുറച്ച് കാര്യമുണ്ട്. എന്നാൽ അവർ പറയുന്ന രീതി, ആ ഒരു കാര്യത്തെ നമ്മുടെ മുമ്പിലേക്ക് പ്രസൻറ്റ് ചെയ്യുന്ന രീതി വെറും തരം താഴ്ന്ന രീതിയായിപ്പോയി. മനസ്സിലായോ? അമ്മ എന്ന് പറയുന്ന വാക്കിനെ അധിക്ഷേപിക്കുന്ന പോലെയാണ് ഈ വ്യക്തി ദിയ കൃഷ്ണ സംസാരിച്ചത്. അത് വ്യക്തമായി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആദ്യമേ ഈ സ്ത്രീ അല്ലെങ്കിൽ ഈ കുട്ടി, ഈ പെൺകുട്ടി ഇല്ലെങ്കിൽ ഈ പെൺ ചിങ്കിണി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഇവർക്ക് കമൻസ് വരുന്നുണ്ട്. ഈ എന്താണ് നിങ്ങളുടെ കുട്ടിയെ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ കുടുംബത്തിൽ, അതായത് ദിയയുടെ അച്ഛൻ്റെ അമ്മയുടെയും അനിയത്തിമാരുടെയും കൂടെ ആണല്ലോ എപ്പോഴും ആ കുഞ്ഞ്, എന്തുകൊണ്ട് ഈ ദിയയുടെ ഭർത്താവായിട്ടുള്ള അശ്വിൻ്റെ കുടുംബത്തോട് ആ കുട്ടി സന്തോഷിക്കുന്നതോ അവർ തമ്മിൽ മീറ്റ് ചെയ്യുന്നതോ ഒന്നും നമ്മളെ കാണിക്കുന്നില്ല? ആ തരത്തിലുള്ള കമൻറ്റുകൾ വന്നപ്പോൾ അതിന് മറുപടി പറഞ്ഞാണ് ദിയ തുടങ്ങുന്നത്. നമുക്ക് അവിടുന്നേ തുടങ്ങാം, എന്നിട്ട് ബാക്കി മെയിൻ കാര്യത്തിലേക്കൊക്കെ എത്താം. അപ്പൊ ഇത് കണ്ടു തുടങ്ങിക്കോ. ഞാൻ പലപ്പോഴും എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ വ്ളോഗ് എടുത്ത് കാണിക്കുമ്പോഴാണ് നിങ്ങളെങ്കിലും കാണുന്നത് അശ്വിന്റെ ഫാമിലി വ്ളോഗിനകത്ത്. അപ്പോൾ ദാറ്റ് ഡസന്റ് മീൻ വി ഡോണ്ട് സ്പെൻഡ് ടൈം വിത്ത് ദം ഓർ ദേ ഡോണ്ട് സ്പെൻഡ് ടൈം വിത്ത് ദ ബേബി. എല്ലാവർക്കും അവരുടേതായ ടൈം ബേബിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ കിട്ടും. പിന്നെ ഒബ്വിയസ്ലി ഞാൻ ലഞ്ച് കഴിക്കാൻ പോകുന്നതോ അല്ലെങ്കിൽ ഒന്ന് കുളിക്കാനോ എനിക്ക് എൻ്റെ കംഫർട്ടിനായിട്ട് ഞാൻ പോകുന്നത് ഒബ്വിയസ്ലി എൻ്റെ വീട്ടിലായിരിക്കുമല്ലോ. ഞാൻ ഒരിക്കലും എൻ്റെ കംഫർട്ടിന് വേണ്ടിയിട്ട് അശ്വിൻ്റെ വീട്ടിലോ വേറെ ആളുടെ വീട്ടിലോ ഞാൻ പോകത്തില്ല. ഞാൻ എൻ്റെ കംഫർട്ട് എൻ്റെ സ്വന്തം വീട്ടുകാരുടെ അടുത്തല്ലേ ഞാൻ പോകത്തുള്ളൂ. അപ്പം ഞാൻ പോകുന്ന സ്ഥലത്തല്ലേ തൽക്കാലം ഓമീനെ കൊണ്ടുപോകാനും പറ്റത്തുള്ളൂ. ഓമി ഈസ് എ സ്മോൾ ബേബി, ഹീസ് ഓൺലി 10 months old. അപ്പോൾ അവനൊരു 10 വയസ്സുള്ളൊരു കുട്ടിയാണെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, എനിക്കിപ്പോൾ അശ്വിൻ്റെ കൂടെ ഒറ്റയ്ക്ക് പറഞ്ഞു വിടാം. എനിക്ക് അത്രയും സന്തോഷം. അശ്വിൻ്റെ കൂടെ എവിടെയാന്ന് വെച്ചാൽ പൊക്കോന്ന് എനിക്ക് പറയാം, എനിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷേ ഇത് എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഞാൻ പോകുമ്പോൾ അവിടെ ഓമി ഹാസ് ടു കം വിത്ത് മീ ബിക്കോസ് അവൻ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന ഒരു ബേബിയാണ്. അപ്പൊ അവനെ ഒബ്വിയസ്ലി നമുക്ക് വേറെ എവിടെയും വിട്ടിട്ട് എനിക്ക് എന്റെ വീട്ടിൽ പോയി ഇരിക്കാനും പറ്റത്തില്ലല്ലോ. ഓക്കെ,
ബാക്കി ഞാൻ കേൾപ്പിക്കാമേ. ഇവിടെ ദിയ പറയുന്ന കാര്യത്തോട് ഞാൻ യോജിക്കുന്നു. അത് വേറൊന്നുമല്ല, നമുക്ക് ഇപ്പോൾ ഒരു പെൺകുട്ടി ആയിക്കോട്ടെ ആൺകുട്ടി ആയിക്കോട്ടെ, നമ്മുടെ സ്വന്തം വീട്ടിൽ നമ്മൾ ഇരിക്കുമ്പോഴാണ് നമുക്കൊരു സമാധാനം കിട്ടുക. നമ്മൾ ഭയങ്കര കംഫർട്ടബിൾ അവിടെ ആയിരിക്കും അല്ലേ. ഇപ്പം ഞാൻ കല്യാണം കഴിച്ചു, എൻ്റെ വീട്ടിലേക്ക് ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നു, എൻ്റെ വീട്ടിൽ ഓക്കെ ആയിരിക്കും. പക്ഷേ ആ പെൺകുട്ടി അവളുടെ സ്വന്തം വീട്ടിൽ അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ പോയിരിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ വന്നു, എൻ്റെ അച്ഛനും അമ്മയ്ക്കായിട്ട് നല്ല കമ്പനി ആയിരിക്കും, ഇവിടെ ഓക്കെ ആയിരിക്കും. എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ സ്വന്തം വീട്ടിൽ സ്വന്തം അച്ഛനും അമ്മയായിട്ട് ഇരിക്കുമ്പോഴായിരിക്കും നല്ല കംഫർട്ടബിൾ. അതങ്ങനെ തന്നെയാണ്, മനസ്സിലായോ? ദിയ ആ പറഞ്ഞതിനോടൊക്കെ ഞാൻ യോജിക്കുന്നു. അതുപോലെ തന്നെ കുട്ടിയെ ദിയ പോകുന്നിടത്ത് കൊണ്ടുപോയേ പറ്റുള്ളൂ. കാരണം അത് മുലപ്പാൽ കുടിക്കുന്നൊരു കുട്ടിയാണ്, 10 മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ ദിയ എവിടെ പോകുന്നോ അവിടെ ആ കുട്ടി വേണം. അതുകൊണ്ട് തന്നെ ദിയ വ്യക്തമാക്കി തരികയാണ് നമുക്ക്, മനസ്സിലായില്ലേ? ആളുകളുടെ ചോദ്യം എന്തുകൊണ്ട് എപ്പോഴും നിങ്ങളുടെ കൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തോട് മാത്രം നിൽക്കുന്നു ആ കുട്ടി, അവളുടെ അച്ഛൻ്റെ വീട്ടുകാരുമായിട്ട് ഉള്ളതൊന്നും ഞങ്ങൾ കാണുന്നുണ്ട് ഇല്ലല്ലോ എന്നുള്ളൊരു കാര്യം അവർ ചോദിക്കുമ്പോഴത്തേക്ക് ആളുകൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുമ്പോൾ ദിയ പറഞ്ഞു കൊടുത്ത ഈ ഉത്തരം പെർഫെക്റ്റ് ആണെന്ന് തന്നെ ഞാൻ പറയും. അതുപോലെ തന്നെ കുറച്ച് മുമ്പും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, എല്ലാം കൂടെ ഞാൻ കുത്തി കയറ്റാത്തതാണ്, ഞാൻ പറഞ്ഞു തരാം. അത് വേറൊന്നുമല്ല. ഈ ദിയയുടെ ഭർത്താവ് അശ്വിൻ്റെ ഫാമിലി, അശ്വിൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒന്നും ഇൻസ്റ്റഗ്രാമോ യൂട്യൂബോ ഒന്നുമില്ല, മനസ്സിലായോ? അശ്വിൻ്റെ ചേട്ടനും ചേച്ചി അവർക്കുണ്ട്, പക്ഷെ അവരും അത്ര ആക്റ്റീവ് അല്ല. അതിനെപ്പറ്റിയൊക്കെ ദിയ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അവരുമായിട്ടുള്ളതൊന്നും അധികം പുറത്തു വരാത്തത്. പിന്നെ ദിയ കുട്ടിയെ കൊണ്ട് അവിടെ പോകുമ്പോഴൊന്നും ചിലപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റാത്തതായിരിക്കാം, മനസ്സിലാക്കുന്നു. കാരണം ഇപ്പോൾ ഈ ഹൻസിക അല്ലെങ്കിൽ ഇഷാനി, ഈ കൃഷ്ണകുമാർ കുടുംബം, അവിടുത്തെ എല്ലാവരും നിങ്ങൾക്കറിയാം, യൂട്യൂബ് ചാനലുള്ളവരാ. അപ്പം ഈ കുട്ടിയെ കൊണ്ട് അവിടെ പോകുമ്പോൾ ആരുടെയെങ്കിലുമൊക്കെ ചാനലിൽ ഈ കുട്ടി കയറി വരും, മനസ്സിലായോ? അതുകൊണ്ടാണ് ആ കുടുംബവുമായിട്ട് ഈ കുട്ടി നിൽക്കുന്നത്, ഒരുപാട് ആളുകളിലേക്ക് എത്തുന്നത്. ഓക്കെ, ഇവിടെ അശ്വിൻ്റെ ഫാമിലിയിലേക്ക് നോക്കുമ്പോൾ ദിയ അവിടെ ചെല്ലുമ്പോൾ ദിയയുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ ഫോൺ. ഇപ്പോൾ അവർ ഒന്നിച്ച് പുറത്ത് പോകുമ്പം ദിയ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് നമ്മൾ ആ ഫാമിലിയായിട്ട് ആ കുട്ടി ഇരിക്കുന്നത് കാണുന്നത്, അല്ലെങ്കിൽ കാണാൻ പറ്റത്തില്ല. ഓക്കെ, ദിയ പറയുന്നത് വ്യക്തമായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ വീഡിയോ കാണുന്ന ആളുകൾക്കും ദിയയുടെ സബ്സ്ക്രൈബേഴ്സിനും മനസ്സിലായിട്ടുണ്ട്. എന്നാൽ ഇതൊക്കെ അങ്ങോട്ട് കഴിയുമ്പോൾ ദിയ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ദിയ മോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തെമ്മാടിത്തരമാണ് കുട്ടി നീ ആ പറഞ്ഞത്. ചിലത് എല്ലാം അല്ല, അല്ലെങ്കിൽ നീ ആ പ്രസന്റ് ചെയ്യുന്ന രീതി അത് ശരിയല്ല. ബാക്കി കേൾക്കാം, എന്നിട്ട് ഞാൻ സംസാരിക്കാം അതിനെപ്പറ്റി. അപ്പോൾ നമ്മളപ്പോൾ ഇപ്പോൾ അശ്വിൻ്റെ വീട്ടിലോട്ട് പോവാം, VKK നഗറിൻ്റെ അവിടെ ചെന്ന് അവരെ പിക്ക് ചെയ്തതിന് ശേഷം അശ്വിൻ്റെ ചേട്ടനും ചേച്ചിയൊന്നും വരുന്നില്ല. ഇന്ന് അച്ഛനും അമ്മയും മാത്രമാണുള്ളത് അല്ലേ? ഇന്ന് അച്ഛനും അമ്മയും മാത്രമാണുള്ളത്. അവർ ആക്ച്വലി എൻ്റെ ബർത്ത്ഡേക്ക് മുന്നേ എന്നെ വിഷ് ചെയ്യാൻ വിളിച്ചായിരുന്നു. നമ്മൾ മോൾ ദിവസം പോകുന്നതിന് മുന്നേ. അപ്പോൾ എന്നെ വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു ഗിഫ്റ്റ് എന്താ വേണ്ടെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഗിഫ്റ്റ് ഒന്നും വേണ്ട, എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റ് തരുന്നുണ്ടല്ലോ, എനിക്ക് അത് തന്നെ വലിയ ഗിഫ്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു എന്നാ പിന്നെ നമുക്ക് വന്നിട്ട് ലീലയിലോ മറ്റോ പോവാം, അവിടെ അല്ലേ ഇഷ്ടമുള്ള ഫുഡൊക്കെ കിട്ടുന്നേ എന്ന് പറഞ്ഞു. നമ്മൾ പൊതുവെ പലപ്പോഴും അശ്വിന്റെ അമ്മയായാലും ട്രീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ലീലയിലാണ്. അവിടെയാണ് നമ്മൾ എപ്പോഴും പൊക്കോണ്ടിരുന്നത്. ഫോർ സം റീസൺ എനിക്ക് തോന്നുന്നു എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കണം അവിടെ കൊണ്ടുപോകുന്നത്. അപ്പൊ ഇന്നും നമ്മൾ അവിടെ തന്നെയാണ് പോവാന്ന് വെച്ചത്. ഓക്കെ, ബാക്കി കേൾപ്പിക്കാമേ. മകളെ ദിയാകൃഷ്ണ, ഒരു സംശയം. മോളും അശ്വിനും കുട്ടിയും കൂടെ മോളുടെ വീട്ടിലല്ല നിൽക്കുന്നത്, ആ പയ്യന്റെ വീട്ടിലും അല്ല നിൽക്കുന്നത്, സെപ്പറേറ്റ് വീടൊക്കെ എടുത്ത് ഫ്ലാറ്റൊക്കെ എടുത്ത് അവിടെയാണ് താമസിക്കുന്നത്. എന്നാലും ബ്രേക്ക്ഫാസ്റ്റ് അവൻ്റെ വീട്ടിൽ നിന്ന് കൊടുത്തു വിടണമല്ലേ? അതാണല്ലേ അവസ്ഥ. കൊള്ളാം, നല്ല പരിപാടിയാ. അല്ല, നമ്മളെല്ലാവരും കണ്ടു പഠിക്കണം കേട്ടോ. ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെയാ. കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യന്മാരും പെൺകുട്ടികളും അവരുടെയൊക്കെ വീട്ടുകാരും ഇതൊക്കെ ഒന്ന് കേട്ട് വെച്ചോ. സൂപ്പറാ ഇന്നത്തെ കാലത്തെല്ലാം. ബാക്കി കേൾക്കാം. പിന്നെ കുറേ പേര് അഫ്കോഴ്സ് ഞാൻ സ്ഥിരം അശ്വിന്റെ ഫാമിലിയുള്ള വ്ളോഗ് എടുക്കുമ്പോൾ അതിന്റെ അടിയിൽ വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, എന്താ അശ്വിന്റെ അമ്മ എന്ന് പറയുന്നേ, അമ്മ എന്ന് വിളിച്ചുകൂടെ എന്നുള്ളത്. നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ്, നിങ്ങൾ എത്രത്തോളം പേരാണ് നിങ്ങളുടെ ഹസ്ബൻഡിന്റെ അമ്മേനെ അമ്മ എന്ന് വിളിക്കുന്നതോ മമ്മി എന്ന് വിളിക്കുന്നതോ ആന്റി എന്ന് വിളിക്കുന്നത്, അതൊന്നും എനിക്കറിയത്തില്ല. എല്ലാവർക്കും അവരവരുടെ ഇഷ്ടങ്ങളാണ്. ഞാൻ അശ്വിന്റെ അമ്മ അല്ലെങ്കിൽ ആന്റി എന്ന് വിളിക്കുന്നത് ആന്റിക്ക് ഒരു കുഴപ്പമില്ല. ഷീ ഈസ് സോ ഹാപ്പി ദാറ്റ് ഞാൻ അങ്ങനെ വിളിക്കുന്നതിൽ. എനിക്ക് അമ്മ എന്ന് വിളിക്കാൻ മരുതൻകുഴി വീട്ടിൽ ഒരാൾ ഇരിപ്പുണ്ട്. പുള്ളിക്കാരിയുടെ പേരാണ് സിന്ധു കൃഷ്ണകുമാർ. അപ്പൊ ആ പുള്ളിക്കാരിനെ അല്ലാതെ എനിക്ക് വഴി നിൽക്കുന്ന എല്ലാവരെയും അമ്മയെ അച്ഛന്നൊന്നും എനിക്ക് വിളിക്കാൻ പറ്റില്ല. എന്റെ അച്ഛൻ കൃഷ്ണകുമാറാണ്, എന്റെ അമ്മ സിന്ധു കൃഷ്ണയാണ്. അശ്വിന്റെ അമ്മയാണ് മീനാക്ഷി, അശ്വിന്റെ അച്ഛനാണ് ഗണേഷ്. അപ്പൊ അശ്വിൻ ഒരിക്കലും വന്ന് എന്റെ അമ്മയെ കണ്ടിട്ട് അമ്മേ അല്ലെങ്കിൽ എന്റെ അച്ഛനെ കണ്ട അച്ഛാ എന്ന് വിളിക്കത്തില്ല. അങ്ങനെ വിളിച്ചാൽ ഞാനും ചോദിക്കുന്നത് എനിക്ക് പ്രാന്താണോന്നേ ഞാൻ ചോദിക്കത്തുള്ളൂ. അയാൾ അങ്ങനെ വിളിക്കത്തില്ല, കാരണം തോന്നി. അല്ലല്ല മോളെ, ഓക്കെ, നീ പറഞ്ഞതൊക്കെ ഓക്കെ. അവൻ നിന്റെ അച്ഛനെയോ അമ്മയോ അച്ഛാ അമ്മയെന്ന് വിളിച്ചാൽ
ഭ്രാന്താണോ എന്ന് ചോദിക്കേണ്ട കാര്യം എന്താ? അതെനിക്ക് മനസ്സിലായില്ല. അതിൻ്റെ ആവശ്യം എന്താ? അത് അവൻ്റെ ഇഷ്ടമല്ലേ? ഒരു മനുഷ്യന് അവൻ്റേതായിട്ടുള്ള പേഴ്സ്പെക്റ്റീവ് ഇല്ലേ? അവൻ്റേതായിട്ടുള്ള ഒരു ഇൻഡിപെൻഡൻറ്റ് നേച്ചർ ഉണ്ടാവത്തില്ലേ? നീ പറയുന്നത് കാര്യമാണ്. നിനക്ക് ജന്മം തന്ന നിന്റെ അമ്മ സിന്ധു കൃഷ്ണ, നിനക്ക് അവരെ മാത്രമേ അമ്മ എന്ന് വിളിക്കാൻ ഇഷ്ടമുള്ളെങ്കിൽ നീ അത് മാത്രം ചെയ്താൽ മതി. നാട്ടുകാരോ അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലോ ചേട്ടനോ വന്നിട്ട് നീ എന്തോ അവൻ്റെ അമ്മയെ വിളിക്കാത്തത് അമ്മ എന്ന് പോടാ എന്ന് പറയാൻ നിനക്ക് അതിനകത്ത് ഒരു കുഴപ്പമില്ല. നിന്റെ ഇഷ്ടമാണ്. മനസ്സിലായോ? നിനക്ക് ജീവൻ തന്ന് നിനക്ക് പാലൂട്ടി നിന്നെ വളർത്തി വലുതാക്കിയ നിന്റെ അമ്മ, നിനക്ക് അവരെ മാത്രമേ അമ്മ എന്ന് പറഞ്ഞ് മാതാവ്, മനസ്സിലായോ, നിനക്ക് വിളിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ നിന്റെ കൂടെ നിൽക്കാം. നീ പറയുന്നത് കറക്റ്റാന്ന് പറയാം. പക്ഷേ നിന്റെ ഭർത്താവ്, അയാൾ നിന്റെ അച്ഛനെ അമ്മയും ആൻറ്റി അങ്കിൾ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, വിളിച്ചോട്ടെ, കുഴപ്പമില്ല. നീ അവൻ്റെ അച്ഛനെ അമ്മയും ആൻറ്റി അങ്കിൾ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, വിളിച്ചോ. പക്ഷെ അവൻ നിന്റെ അച്ഛനെ അമ്മയും അമ്മയെന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഭ്രാന്താണോ എന്ന് ചോദിക്കുന്ന നിന്റെ ആ മെൻറ്റാലിറ്റി, അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. നിനക്ക് വേറൊരാളെ അവൻ്റെ അച്ഛനെ അമ്മയും അമ്മയെ എന്ന് വിളിക്കാൻ ഇഷ്ടമല്ല. നിനക്ക് നിന്റെ അമ്മയെ മാത്രം വിളിച്ചാൽ മതി അമ്മ. നിനക്കത് നിന്റെ ഇഷ്ടമാണ്. അതുപോലെ തന്നെ അവനും ഉണ്ട് ഇഷ്ടങ്ങൾ. അതിനെ ബഹുമാനിക്കാൻ നീ പഠിക്കണം. മനസ്സിലായോ? ഇത് മാത്രം എനിക്കൊന്ന് ഇപ്പോൾ പറയാനുള്ളൂ. ബാക്കി നീ പറയുന്ന അപരാധം കേട്ടിട്ട് ഞാൻ പറയാം. നിനക്ക് റെസ്പെക്റ്റ് വേണമെങ്കിൽ നീ മറ്റുള്ളവരെയും റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കണം. അത്രേ എനിക്ക് നിന്നോട് ഇപ്പോൾ പറയാനുള്ളൂ. നീ പറയുന്ന, ഞാനത് ഇപ്പോഴും പറയുന്നത്, നീ പറഞ്ഞ കാര്യത്തോട് ഞാൻ യോജിക്കുന്നു. നീ അത്രയും നേരം പറഞ്ഞ കാര്യത്തോട് ഞാൻ യോജിക്കുന്നു. നിന്റെ സൈഡിൽ നിൽക്കാം. പറഞ്ഞത് നിന്റെ സൈഡിൽ നിന്ന് നോക്കണം, അല്ലാതെ അപ്പുറത്തെ സൈഡിൽ മാത്രം നിന്ന് നോക്കാൻ ഞാൻ നിൽക്കുന്നില്ല. ഭൂരിഭാഗം ആളുകളും ചോദിക്കും ഒരു ചോദ്യം. അത് ഞാനും വേണമെങ്കിൽ ചോദിക്കാം. എനിക്കും ആദ്യമേ അത് എൻ്റെ തലയിൽ വന്നതാണ്. കാരണം ഞാൻ എൻ്റെ അമ്മയെ മാത്രമല്ല അമ്മ എന്ന് വിളിക്കുന്നത്. എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അമ്മയെ, എനിക്ക് ഏറ്റവും അറ്റാച്ച്ഡ് ആയിട്ടുള്ള സുഹൃത്തുക്കളുടെ അമ്മയെ ഞാൻ ചിലപ്പോൾ അമ്മ എന്നാണ് വിളിക്കാറുള്ളത്. എനിക്ക് അതിനകത്ത് തെറ്റ് തോന്നിയിട്ടില്ല. മനസ്സിലായോ? എനിക്ക് അതിനകത്ത് തെറ്റ് തോന്നിയിട്ടില്ല. അതെൻ്റെ ഇഷ്ടമാണ്. അതുപോലെ തന്നെയാണ് നിനക്ക് നിൻ്റെ ഇഷ്ടമുണ്ട്. നീ പറയുന്നതിനകത്തും കാര്യമുണ്ട്. നിന്നെ വളർത്തിയ ജീവൻ തന്ന ആ അമ്മയെ മാത്രമേ നിനക്ക് ആ വാക്ക് വിളിക്കാൻ ഇഷ്ടമുള്ളൂ എന്ന് നീ പറയുന്നുണ്ടെങ്കിൽ ഞാനും ഡീപ്പായിട്ട് ചിന്തിക്കുമ്പോൾ കറക്റ്റാണ്. ആ വാക്ക്, ആ പരിശുദ്ധ വാക്ക്, സ്വന്തം ജീവൻ നിനക്ക് വേണ്ടി അത്രയും വേദന സഹിച്ച ആ അമ്മയ്ക്ക് വേണ്ടി മാത്രം നീ ആ വാക്ക് നൽകുന്നെങ്കിൽ ഞാൻ നിന്നെ ബഹുമാനിക്കുന്നു ദിയ കൃഷ്ണ. പക്ഷെ അത് പറയുന്നതിനൊരു രീതിയുണ്ട്. ഒരുമാതിരി അഹങ്കാരത്തോടെ പറയാതെ. നിന്റെ സംസാരത്തിൽ എനിക്ക് അതാണ് എപ്പോഴും തോന്നാറുള്ളത്, ഒരു അഹംഭാവം. ബാക്കി ഒന്ന് കേൾക്കണേ നിങ്ങൾ. അയാൾ എന്റെ അച്ഛനെ വിളിക്കുന്ന അങ്കിളെന്നും അമ്മയെ വിളിക്കുന്ന ആന്റിന്നുമാണ്. പക്ഷെ അത് ഇന്നേ വരെ ആരും കണ്ടിട്ടില്ല, ചോദിച്ചിട്ടില്ല. അതെന്താന്ന് എനിക്ക് അറിയത്തില്ല. എല്ലാവർക്കും അവരവരുടെ അമ്മയും അച്ഛനൊക്കെ ഉണ്ടല്ലോ, അവരെയൊക്കെ വിളിച്ചാൽ മതി. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെ പോയി വിളിച്ചോളൂ. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ നാളെ ഓമി കല്യാണം കഴിച്ച് വേറെ എങ്ങോട്ടെങ്കിലും പോകുന്നു. അപ്പൊ ഓമിയുടെ വൈഫിന്റെ അമ്മേനെ ഓമി ചെന്ന അമ്മ എന്ന് വിളിച്ചാൽ ഞാൻ അവനോട് ചോദിക്കും, അപ്പൊ ഞാൻ ആരെന്ന് ഞാൻ ഉറപ്പായിട്ടും ചോദിക്കും. എനിക്കിപ്പോ ഓമി വേറൊരാളെ പോയി അമ്മ എന്ന് വിളിച്ചാൽ എനിക്ക് സ്ട്രെസ് ആവും. എനിക്ക് എന്നെ മാത്രം വിളിച്ചാൽ മതി അമ്മ, വേറെ ആരെയും വിളിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പൊ അതേപോലെ തന്നെ ഇപ്പൊ അശ്വിന്റെ അമ്മയ്ക്കായാലും എന്റെ അമ്മയ്ക്കായാലും എല്ലാവർക്കും അവരവരുടെ പിള്ളേർ അമ്മ എന്ന് വിളിക്കുന്നതായിരിക്കത്തില്ല ഇഷ്ടം. എല്ലാവരും കൂടെ വന്നിട്ട് അമ്മയെന്ന് വിളിക്കാൻ കാവിലെ അമ്മയൊന്നും അല്ലല്ലോ. എനിവേസ്, ആ ഒരു കമന്റിനുള്ളൊരു ആൻസർ ആയിട്ട് ഞാൻ തന്നതാണ്. കാരണം എപ്പോഴും ആൾക്കാരത് ഇട്ടിട്ട് വെറുപ്പിക്കുന്നുണ്ട്. കണ്ടു മടുത്തിട്ട് ഞാനൊരു ഉത്തരം തന്നേ ഉള്ളതിന്. ആദ്യം ഞാനൊരു കാര്യം പറയാം. ഇവളുടെ കമന്റ് ബോക്സിൽ പോയി കമന്റ് ഇടുന്ന ആൾക്കാരോടാ, ഇവളുടെ സബ്സ്ക്രൈബേഴ്സിനോടാ, നിർത്തുക. ഇതുപോലുള്ള ഐറ്റത്തിനോടൊന്നും പോയി ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുക. മനസ്സിലായോ? പുച്ഛമാണ്. ഇവളുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഇപ്പോൾ വരും ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഇവളെ അങ്ങോട്ട് പുകഴ്ത്താനായിട്ട്. അവരോടാ പറയുന്നത്. നാണമില്ലേ? നാണം. നിന്നെയൊക്കെ അവക്ക് വരെ പുച്ഛവാ. നീയൊക്കെ അവളെ താങ്ങാനായിട്ട് എൻ്റെ വീഡിയോ അടി വരരുത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. കേട്ടല്ലോ പറയുന്നത്, അവസാനം പറഞ്ഞ ഡയലോഗ്. ഇനി അതിനു മുമ്പ് പറഞ്ഞ 2 കാര്യങ്ങൾ. അതിൽ ആദ്യത്തെ കാര്യം, അവളുടെ അഹന്ത. എന്താ പറയണ്ടേ? റോട്ടിൽ കൂടെ പോകുന്നവരെയൊക്കെ സ്വന്തം അമ്മയെ നീയൊക്കെ വിളിക്കും. സ്വന്തം അമ്മ ഇല്ലെങ്കിലും വേറെ ആരെങ്കിലും ഒക്കെ പോയി നീ അപ്പ വിളിക്കാൻ. ആ രീതിയിലാണ് അവളെ പറഞ്ഞു വെച്ചത്. എന്ത് വർത്താനം അത്? ഇങ്ങനെയാണോ ഒരു സ്ത്രീ സംസാരിക്കേണ്ടത്? ഇവള് ശരിക്കൊരു എനിക്ക് ഇവിടെ നല്ലൊരു വേണ്ട, ഞാൻ അതൊന്നും പറയുന്നില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനി വേറെ തരത്തിലേക്കൊക്കെ അതിനെ കൊണ്ടുപോയി നമ്മളെയൊക്കെ പിടിച്ച് അകത്തിടുവിടെ. അങ്ങനത്തെ ഐറ്റങ്ങളാ. മനസ്സിലായോ? ആർക്കും ഇവരെ വിമർശിക്കാനോ ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കാനോ പാടില്ല. ഇവരുടെ ഒന്നും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് വലിയ അങ്ങ് കുറ്റമാക്കി മാറ്റിക്കളയും.
എങ്ങനെ പറയാതിരിക്കും? ഒരു അഹന്ത നല്ല രീതിയിൽ, മറ്റേ അങ്ങ് പൊന്നു മോളെ ഇങ്ങനെ അഹങ്കരിക്കരുത്. പിന്നെ രണ്ടാമത് ഒരു പോയിന്റ് ഉണ്ട്, ആ കുഞ്ഞിനോട് നിന്റെ ഇഷ്ടം ദിയാ കൃഷ്ണ, നിന്റെ ഇഷ്ടം, നീ നിന്റെ അമ്മയെ മാത്രം അമ്മ എന്ന് വിളിക്കുന്നത്. നിന്റെ കുഞ്ഞ്, നിന്റെ സ്വന്തം കുഞ്ഞ്, നീ കഷ്ടപ്പെട്ട് പ്രസവിച്ച് വളർത്തുന്ന ഒരു കുട്ടി, ആ കുട്ടിയോട് നിനക്ക് പറയാം, മോനെ നീ എന്നെ മാത്രമേ അമ്മ എന്ന് വിളിക്കാവുള്ളൂ, വേറെ ആരെയും വിളിക്കരുത് എന്ന് നിനക്ക് പറയാം. പക്ഷെ നാളെ ആ കുട്ടി വളർന്ന് അവന് കുറച്ച് നിന്നെക്കാട്ടിലും വിവരം വെക്കുമ്പോൾ, ഇത്തിരി ബോധം വെക്കുമ്പോൾ, അവൻ ചിലപ്പോൾ നിന്നെ മാത്രമായിരിക്കത്തില്ല, വേറെ അവൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അമ്മയെ കണ്ടാലും അമ്മയെ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവിടെ ചെന്നിട്ട് വിളിക്കാൻ പാടില്ല, എന്നെ മാത്രമേ വിളിക്കാൻ പാടുള്ളൂ എന്ന് നീ പറഞ്ഞുകൊണ്ട് നിന്നാൽ അത് തെമ്മാടിത്തരം. അത് ഞാൻ പറയും, മനസ്സിലായോ? നിനക്ക് നിന്റെ ഒരു പേഴ്സണൽ ലൈഫ്, നിന്റെ പേഴ്സണൽ ഐഡന്റിറ്റി, നിന്റെ പേഴ്സണൽ പേഴ്സ്പെക്റ്റീവ് എന്നൊക്കെ പറയുന്ന പോലെ നീ വളർത്തുന്ന നിന്റെ കുട്ടിക്കും ഈ സാധനങ്ങളൊക്കെ ഉണ്ട്. അവനും സ്വന്തം കാലിൽ നിൽക്കണം, അവനും സ്വന്തം ചിന്തകൾ കാണും, അവനും അവൻ്റെ ഒറ്റയ്ക്ക് ചിന്തിക്കുന്ന രീതിയിൽ അവന് പ്രവർത്തിക്കാനുള്ള ഒരു സ്പേസ് നിനക്ക് കൊടുക്കാൻ പറ്റണം. അതാണ് ശരിക്കുള്ളൊരു അമ്മ, മനസ്സിലായോ? അല്ലാതെ ഞാൻ വരയ്ക്കുന്ന വരയിൽ തന്നെ നിൽക്കണം, ഞാൻ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രമേ പഠിക്കാവൂ, ഞാൻ പറയുന്നത് പോലെ മാത്രമേ ചെയ്യാവൂ, അത് ശരിയായിട്ടുള്ളൊരു നയമായിട്ട് എനിക്ക് തോന്നുന്നില്ല. മനസ്സിലായോ? നീ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ നല്ലതാണെന്ന് ഗ്രാസ്പ് ചെയ്യാനുള്ള ഒരു കഴിവ് ആ കുട്ടിക്കുണ്ടെങ്കിൽ അവൻ വലുതാവുമ്പോൾ ഓക്കെ എൻ്റെ അമ്മ പറഞ്ഞത് മാത്രമാണ് ശരിയെന്ന് അവന് മനസ്സിലായാൽ അവൻ അതുപോലെ ചെയ്യും. അതല്ല, ഇതിനകത്ത് ഇങ്ങനൊരു കാര്യമുണ്ട്, ഇത് എൻ്റെ ഇഷ്ടമാണ്, ഞാൻ ആരെ എന്ത് വിളിക്കണമെന്ന് എൻ്റെ ഇഷ്ടമാണെന്ന് നാളെ ആ കുട്ടി ചിന്തിച്ചാൽ അവനത് ചെയ്താൽ അവനെ തെറ്റു പറയാൻ പറ്റത്തില്ല. പറയാൻ പറ്റുമോ? പ്രത്യേകിച്ച് ഈ ഒരു കാര്യത്തിൽ. ഞാൻ വീണ്ടും പറയുന്നു, ദിയാകൃഷ്ണ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. അതിനകത്തൊരു സൈഡുണ്ട്. അമ്മ എന്ന് പറയുന്ന ഒരു വാക്കിൻ്റെ അർത്ഥം നമ്മളെ അത്രയും കഷ്ടപ്പെട്ട് പ്രസവിച്ച് വളർത്തുന്ന ഒരാൾക്ക് മാത്രമേ ആ വേർഡ് കൊടുക്കാവൂ എന്നാണെങ്കിൽ ഓക്കെ, കൊടുത്തോളൂ ദിയ, അതിനകത്ത് ഞാൻ തെറ്റു പറയില്ല. പക്ഷേ ഈ പിടിവാശിയും ഒരു കാര്യം ജനങ്ങളിലേക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കുള്ള നിങ്ങളുടെ ഒരു അഹന്തയും അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് മാന്യമായിട്ട് കാര്യം പറഞ്ഞു കൊടുക്ക് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനോട്, മനസ്സിലായില്ലേ? പിന്നെ അവർ വന്ന് കമൻ്റ് ഇടുന്നുണ്ടെങ്കിൽ ആ കമൻറ്റിനുള്ള മറുപടി, അങ്ങനെയാണ് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നതെങ്കിലും അത് മനസ്സിലാക്കിയിട്ട് മാന്യമായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക. ഓക്കെ? അല്ലാതെ ഒരു അമ്മ അതൊരു വലിയ വാക്കാ, അതിനെപ്പറ്റിയൊക്കെ പറയുമ്പോൾ ഇത്ര ധാർഷ്ട്യത്തോടെ ഇത്ര അഹങ്കാരത്തോടെ പറയാതിരിക്കുക. ഇത് എൻ്റെ ഒരു അഭിപ്രായം മാത്രം. നിങ്ങളുടെ കമൻറ്റ് ബോക്സ് നിങ്ങളൊന്ന് കാണണം, എന്തോരം നെഗറ്റീവ് കമൻറ്റ്സാ. കുത്തിയിരുന്ന് ഇനി വേണമെങ്കിൽ അതൊക്കെ ഡിലീറ്റ് ചെയ്യാം കേട്ടോ, എന്നാലും കുറച്ചൊക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ വീഡിയോ കണ്ട് നേരെ താഴത്തേക്ക് കമൻറ്റ് ബോക്സ് നോക്കുമ്പോൾ ആദ്യമേ കാണുന്നത് മുഴുവൻ നിങ്ങൾക്കെതിരെയുള്ള കമൻറ്റ്സ് തന്നെ, മാന്യമായിട്ടാണ് പക്ഷെ അവിടെ ആളുകൾ പറയുന്നത്. കുറച്ച് കമൻറ്റ്സ് ഞാനൊന്ന് കാണിച്ചു തരാം, എന്നിട്ടേ അടുത്തൊരു വീഡിയോയിലേക്ക് ഞാൻ പോകുന്നുള്ളൂ. അടുത്തൊരു സാധനം കൂടെ കാണിക്കാനുണ്ട്. ആദ്യത്തെ കമൻറ്റ്, കാവിലെ സിന്ധു അമ്മ പെൺമക്കളെ വളരെ നല്ല രീതിയിലാണ് വളർത്തി വലുതാക്കി ഏറിൽ വിടുന്നത്. സത്യം. അടുത്തത്, ഓമി വലുതാകുമ്പോൾ ആരെ എന്തു വിളിക്കണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശം അവനുണ്ടല്ലോ. ഓമീനെ അമ്മ എന്ന് ഓസീനെ അമ്മ എന്ന് വിളിക്കേണ്ട എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് എതിർക്കാൻ നിങ്ങൾക്കും അവകാശമില്ല. വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക, അത് ആർക്കൊക്കെ വേദനിക്കും എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. സീരിയസ്ലി, ഇവർ നേരത്തെ ആ ഒരു ഡയലോഗ് അടിച്ചല്ലോ, റോട്ടിൽ കൂടെ പോകുന്ന എല്ലാവരെയും ഒന്നും അമ്മ എന്ന് വിളിക്കേണ്ട, വീട്ടിൽ അമ്മയുണ്ടെങ്കിൽ അവരെ വിളിക്കൂ, ഇനി അങ്ങനെ വീട്ടിൽ ആരും ഇല്ലെങ്കിൽ നിങ്ങൾ റോട്ടിൽ കൂടെ പോകുന്നവരെയൊക്കെ വിളിക്കാനോ, അങ്ങനെ ഒരു ഡയലോഗ് ഈ ലേഡി അടിച്ചു. സത്യം പറഞ്ഞാൽ എന്ത് ചീപ്പാണ് അതൊക്കെ. ദിയയ്ക്ക് പറ്റുമെങ്കിൽ സിന്ധു അമ്മ നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കും നിങ്ങളുടെ മോൾ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നതെന്നുള്ളത്. എല്ലാം നിങ്ങളുടെ കുടുംബത്തിലെ നിങ്ങളുടെ വീട്ടിലുള്ള ആളുകൾ അങ്ങ് പറയുന്നത് മാത്രമാണ് ശരി എന്നുള്ള ആ ഒരു സാധനം ഒന്ന് നിങ്ങൾ ഏതെങ്കിലും ഒരു മൊമെന്റിൽ, ഇല്ലെങ്കിൽ തിരിച്ചതൊക്കെ കർമ്മയായിട്ട് റിവേഴ്സ് അടിക്കും ഏതെങ്കിലുമൊക്കെ രീതിയിലൂടെ. അടുത്തൊരു കമൻറ്റ്, എടോ താൻ എന്തൊക്കെയാ പറയുന്നത്, വിളിക്കേണ്ട അമ്മ എന്ന് പക്ഷേ വഴി നിൽക്കുന്നവരെ എന്നൊന്നും പറയേണ്ടായിരുന്നു. ക്യാഷ് ഉണ്ടേൽ എന്തും പറയാമെന്ന് ചിന്തിക്കുന്നത് അല്പത്തരമാണ്. ഇവളാണ് ആ കുടുംബത്തിലെ ടോക്സിക് പെണ്ണ്. പണ്ട് സ്വന്തം ഫാമിലിയുടെ കൂടെ ഒന്നിനും ഉണ്ടാവില്ല, ഇപ്പോൾ അവിടെയാണ് കംഫർട്ട് സ്പേസ് എന്ന്. ഒരു വല്ലാത്ത സാധനം, പേളിമാണിയെയൊക്കെ തൊഴണം. മതി, ഞാൻ കൂടുതലൊന്നും അടുത്ത ഒരെണ്ണം കൂടെ ഉണ്ട്. ദിയ അമ്മായി അമ്മയെ എന്ത് വിളിക്കണം എന്നത് അവരുടെ ഇഷ്ടമാണ്, ഇറ്റ്സ് ഹെയർ ചോയ്സ്. ബട്ട് ആ കുഞ്ഞു വലുതായി അതിൻ്റെ അമ്മായി അമ്മയെ എന്ത് വിളിക്കണമെന്നത് അവൻ്റെ ഇഷ്ടമാണ്.
അമ്മ ആണെന്നും പറഞ്ഞ് മക്കൾ എന്ത് വിളിക്കണം എന്നത് പറയാൻ പറ്റുമോ? അത് അവൻ്റെ ചോയ്സാണ്. സത്യമാണ്. അതൊക്കെ ദിയ ഒരു ബോധമില്ലാതെ പറയുക. അതാ ഞാൻ ഇങ്ങനെ വിളിക്കത്തുള്ളൂ, അശ്വിനും ഇങ്ങനെ വിളിക്കാവൂ. അശ്വിൻ ഇനി അല്ലാതെ വേറെന്തെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ അവനോട് ചോദിക്കും തനിക്ക് വട്ടാണോടോ എന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദിയയാണ് ആ വീട്ടിലെ ഓൾ ഇൻ ഓൾ. അവർ പറയുന്നിടത്ത് ബാക്കി എല്ലാവരും കൊള്ളാം. സ്വന്തം കുഞ്ഞും അങ്ങനെ ആവണം. ഞാൻ പറയുന്നത് അതൊരുമാതിരി വല്ലാത്ത ഒരു സ്വഭാവമാണല്ലോ ചേച്ചി. വല്ലാത്തൊരു സ്വഭാവമാണല്ലോ അത്. സത്യം പറഞ്ഞാൽ ഇവരെ ഒന്നും ഇൻഫ്ലുവൻസർ എന്നല്ല കേട്ടോ വിളിക്കേണ്ടത്. ഇവരെന്ത് ഇൻഫ്ലുവൻസാണ് ചെയ്യുന്നത്? ഒരു സ്ത്രീ എങ്ങനെ ആവരുതെന്ന് സത്യം പറഞ്ഞാൽ ഇവർ കാണിച്ചു തരുക നമുക്ക്. ഓക്കെ, അതാണ് ഇവർ ചെയ്യുന്നത്. എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. അല്ലാതെ അവരുടെ കാര്യത്തോട് മാത്രം നീതി പുലർത്തുന്ന ഒരാൾ, മനസ്സിലായോ? അങ്ങനെയാണ് അവര്. വീണ്ടും ഞാൻ പറയുന്നു, ഇടയ്ക്ക് പറഞ്ഞതുപോലെ ഇവരെയൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ഇവരുടെ അടിയിൽ പോയി ഈ കമന്റ് എഴുതിയിടുന്നത് നിർത്തുക നിങ്ങൾ. കാരണം നിങ്ങളോട് തന്നെ പുച്ഛമാണ് അവർക്ക്. മനസ്സിലായില്ലേ? നിങ്ങളോട് തന്നെ. അവരുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളോട് തന്നെയൊക്കെ പുച്ഛമാണ്. അപ്പൊ പിന്നെ ഇവിടെ ഇരുന്ന് വിമർശിക്കുന്ന നമ്മളോടൊക്കെ എന്തായിരിക്കും അവർക്ക്? കേസ് കൊടുത്ത് നമ്മളൊക്കെ അകത്താക്കാനും ചാനൽ പൂട്ടിക്കാനും ആയിരിക്കും ചേച്ചിക്കൊക്കെ ഇൻട്രസ്റ്റ്. എന്താണെങ്കിലും 2 ദിവസം മുമ്പ് ഇവരുടെ ഏറ്റവും ഇളയ സഹോദരി ഹൻസിക കൃഷ്ണയുമായി ബന്ധപ്പെട്ട് അവരുടെ അറിയായിരിക്കുമല്ലോ ആ ഒരു വീഡിയോ ലീക്കും അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കോൺട്രവേഴ്സികൾ നടന്നപ്പോൾ നമ്മുടെ സീതാലിസം എന്ന് പറയുന്നൊരു ചാനലുണ്ട്. നിങ്ങളിൽ എത്ര പേര് കാണുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഞാൻ കാണാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേച്ചിയുടെ വീഡിയോസൊക്കെ. അപ്പോൾ ആ ചേച്ചി ഒരു വീഡിയോ ചെയ്ത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ ചേച്ചിക്ക് കമൻറ്റ് ബോക്സിൽ ഒരുപാട് ആളുകൾ ചെന്ന് ചോദിച്ചു എന്തുകൊണ്ട് ഹൻസികയുടെ മാത്രം ഇടുന്നില്ല, കാശ് തന്ന് നിങ്ങളെ ഒതുക്കിയതാണോ? അപ്പോൾ അതൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ചേച്ചി വീഡിയോ തുടങ്ങുന്നത്. പക്ഷേ ചേച്ചി നമ്മുടെ സിന്ധു കൃഷ്ണയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു, മറുപടി ഒന്നും കൊടുത്തില്ല. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ചേച്ചി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ അതും കൂടെ ഒന്ന് കേൾക്ക്. വിശ്വസിക്കാവുന്നവർക്ക് വിശ്വസിക്കാം. ഞാൻ ഇന്നലെയാണ് പൂർണ്ണമായിട്ടും ഇൻസ്റ്റാഗ്രാമിൽ ലീക്കായ ഈ വീഡിയോ കാണുന്നത്. അതായത് ഈ ഹൻസിക കൃഷ്ണ അവരുടെ സബ്സ്ക്രൈബേഴ്സിന് മാത്രമായിട്ട് സബ്സ്ക്രിപ്ഷൻ 390 രൂപ കൊടുത്ത് മാസത്തേക്ക് എടുത്തവർക്ക് വേണ്ടി മാത്രമായിട്ട് ചെയ്ത ഒരു വീഡിയോ ലീക്കായി എന്ന് പറയപ്പെടുന്ന വീഡിയോ കണ്ടത് ഇന്നലെയാണ്. ഈ കൃഷ്ണകുമാറോ അദ്ദേഹത്തിൻ്റെ കുടുംബമോ ഒക്കെ ആയിട്ട് എനിക്ക് വ്യക്തിപരമായിട്ടുള്ള ബന്ധമൊന്നുമില്ല. നിങ്ങളെപ്പോലെ തന്നെ എനിക്കും അവരെ അറിയാവൂ. പക്ഷേ നമ്മൾ ഈ വാർത്തകളൊക്കെ കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് ഇവരുടെയൊക്കെ കോൺടാക്റ്റ് നമ്പർ നമ്മുടെ കയ്യിലുണ്ടാവും. അത് നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ കിട്ടും. അപ്പോൾ ഈ ഹൻസികയുടെ മാതാവിനെ സിന്ധു കൃഷ്ണയെ ഞാൻ നേരിട്ട് ബന്ധപ്പെട്ട് ഇതിനെക്കുറിച്ചുള്ള പ്രതികരണം ആരാഞ്ഞു. പക്ഷെ അവർ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഒരു ദിവസം മുഴുവൻ ഞാൻ നോക്കി, പക്ഷെ അവർ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും എല്ലാ വിഷയങ്ങളിലും ആളുകളോട് നേരിട്ട് പ്രതികരണം തേടിയിട്ടാണോ നീ സംസാരിക്കാറ് എന്ന്? ഇല്ല. നമുക്കതിന് സാഹചര്യമുണ്ടെങ്കിൽ അവരുടെ കോൺടാക്റ്റ് നമ്പരോ അവരെ ബന്ധപ്പെടാനുള്ള സാഹചര്യമോ നമുക്കുണ്ടെങ്കിൽ ബന്ധപ്പെട്ടിട്ട് തന്നെ സംസാരിക്കാറുള്ളൂ. അപ്പോൾ അവർ പ്രതികരിക്കാൻ തയ്യാറാകാതിരുന്ന സാഹചര്യത്തിൽ ആ വീഡിയോ മുഴുവൻ കണ്ടിട്ട് എനിക്ക് പറയാൻ തോന്നുന്നത് അത് അറിഞ്ഞുകൊണ്ട് ചെയ്തത് തന്നെയാണ്. അത് AI വീഡിയോ ആണെന്നോ ഡീപ്പ് ഫേക്ക് ആണെന്നോ എനിക്കും തോന്നുന്നില്ല. കാരണം ആ ശരീരഭാഷയും എല്ലാം അംഗചലനങ്ങളും എല്ലാം അത് തന്നെയാണ് പറയുന്നത്. ഇത് വളരെ മോശമാണ് എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. ഇത് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു വിഷയം കൂടി തന്നെയാണ്. പിന്നെ ഇന്ന ആളുടെ വിഷയം വരുമ്പോൾ പ്രത്യേകം പ്രതികരിച്ചില്ലെങ്കിൽ ഇതുപോലെയുള്ള കമൻറ്റുകളൊക്കെ വരുമല്ലോ. നീ അവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടാണോ, BJP ആയതുകൊണ്ടാണോ, ഓക്കെ, മതി കൂടുതലൊന്നും ഞാൻ കേൾപ്പിക്കുന്ന. ഞാനിത് കേൾപ്പിക്കാനുള്ള ഒരു കാര്യം സീത ചേച്ചി സീത എന്നല്ല ശീതളി ചേച്ചി വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ കൃഷ്ണകുമാറിൻ്റെ ഭാര്യയെ സിന്ധുവമ്മയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. റിയാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ തിരിച്ച് എനിക്ക് താല്പര്യമില്ല. എൻ്റെ മക്കൾ അവരവരുടെ ഇഷ്ടത്തിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിച്ചങ്ങോട്ട് ജീവിക്കട്ടെ. ആ മൂഡാണ് നല്ലതാണ്, ആ മൂഡൊക്കെ കൊള്ളാം. പക്ഷേ മക്കൾ കാണിക്കുന്നതെല്ലാം ഒന്ന് അറിയണം, മനസ്സിലായോ? ഈ സബ്സ്ക്രിപ്ഷനൊക്കെ തുടങ്ങിയിട്ട് ഏറ്റവും ഇളയ കൊച്ച് എന്തോ അതിനകത്ത് ഇടുന്നതും ആയിക്കോട്ടെ, അതൊക്കെ അവരുടെ ഇഷ്ടം, ഞാനൊന്നും പറയാനേ ഇല്ലേ. പക്ഷെ ചേച്ചിയൊക്കെ പറയുന്നത് കേട്ടല്ലോ, ഒരു സ്ത്രീയാണ് പറയുന്നത്, യോജിക്കാൻ പറ്റില്ല. ആ കാണിച്ച നടപ്പിനോടൊന്നും നമുക്ക് യോജിക്കാൻ പറ്റില്ല എന്ന് ഞാനൊന്നും പറയുന്നില്ല. പോട്ടെ, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിക്കട്ടെ. പക്ഷേ പറ്റുമെങ്കിൽ സിന്ധു അമ്മ ഈ ദിയാകൃഷ്ണ ഉണ്ടല്ലോ, ഇച്ചിരി ഒന്ന് ഉപദേശിച്ചു കൊടുക്ക്. ഒരു കുഞ്ഞൊക്കെ ഇല്ലേ, എന്നിട്ടും ഈ അഹന്ത സോഷ്യൽ മീഡിയയിലൂടെ വന്ന് എല്ലാവരെക്കാട്ടിലും മേളിലാണ് ഞാൻ പറയുന്നതാണ് എല്ലാം ശരി, ആ ഒരു മൂഡിലുള്ള അവരുടെ ഒരു അഹന്തയിലേറിയ കുറേ വർത്തമാനങ്ങളുണ്ട്. എല്ലാവരോടുമുള്ള പുച്ഛം, ഇതൊക്കെ ഒന്ന് നിർത്താൻ പറ. നാളെ അല്ലെങ്കിൽ ഒരു പൊടി വരുന്നുണ്ടല്ലോ, അതും ഇതൊക്കെ തന്നെ കണ്ടുപഠിച്ചിട്ട് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും കാണിക്കാൻ പോകുന്നത്. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ, ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ ഇനി അങ്ങോട്ട് പറയാതെ പോകരുത്. ഇതിനോടൊക്കെ എന്താ പറയണ്ടേ?
നിങ്ങൾ പറയില്ലേ? അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.